താരസംഘടന അമ്മയിൽ പ്രതിസന്ധി രൂക്ഷം. ശ്വേതാ മേനോൻ ഔദ്യോഗികമായി രാജി തന്നിട്ടില്ലെന്ന് രമേശ് പിഷാരടി. പ്രസിഡന്റ് സ്ഥാനവും സംഘടന അംഗത്വവും രാജിവെച്ചുവെന്നാണ് ശ്വേതാ മേനോൻ ജനറൽ ബോഡി യോഗത്തിൽ പറഞ്ഞത്. എന്നാൽ ഔദ്യോഗികമായി രേഖാമൂലം രാജി ആരെയും അറിയിച്ചിട്ടില്ലെന്നും ശ്വേതയും കൂട്ടരും പൊതുസമൂഹത്തെ ഉൾപ്പെടെ പറ്റിച്ചുവെന്നും ഭാരവാഹികൾ പറയുന്നു. വിവരങ്ങളുമായി തിയോഫിനാണ് ചേരുന്നത്. തിയോഫിൻ, എന്താണ് അമ്മയിലെ പുതിയ വിവാദം? അക്ഷയ്, താരസംഘടന അമ്മയിൽ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നിലവിൽ. അതായത് കഴിഞ്ഞ ജനറൽ ബോഡി യോഗത്തിൽ, കഴിഞ്ഞ മാസം 21-ാം തീയതി നടന്ന ജനറൽ ബോഡി യോഗത്തിൽ വെച്ചാണ് വലിയ വിവാദങ്ങളും ചർച്ചകളും ഉണ്ടായതിനിടെ, അതായത് കൃത്യമായി കണക്ക് സമർപ്പിക്കുക പോലും ചെയ്യാതെയാണ് ജനറൽ ബോഡി യോഗം നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് തൊട്ടു മുമ്പുണ്ടായ 3 മാസത്തോളം വന്ന വലിയ വിവാദങ്ങളൊക്കെ വലിയ പ്രതിഷേധത്തിന് ജനറൽ ബോഡി യോഗത്തിൽ വഴിവെച്ചിരുന്നു. അതിനെ തുടർന്ന് പ്രസിഡന്റായ ശ്വേതാ മേനോൻ ആണ് ആ ജനറൽ ബോഡി യോഗത്തിൽ വെച്ച് രാജി പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. താൻ സംഘടനയിലെ പ്രസിഡന്റ് സ്ഥാനവും സംഘടനയിലെ അംഗത്വവും രാജിവെക്കുന്നു, ഒപ്പം അംഗങ്ങൾ രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്വേതാ മേനോൻ ഇറങ്ങിയത്. പക്ഷേ അന്ന്, അതായത് ഭരണസമിതി ഇല്ലാതെ മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ അത് ആര് മുന്നോട്ട് നയിക്കുമെന്നൊരു ചോദ്യം വന്നപ്പോഴാണ് ജനറൽ ബോഡി യോഗത്തിൻ്റെ ഭൂരിപക്ഷ അംഗങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് ഒരു അഡ്ഹോക് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയത്. എന്നാൽ സംഘടനയുടെ ബൈലോയിൽ അഡ്ഹോക് എന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ അഡ്ഹോക് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടില്ല. ഒരു പ്രത്യേക സമിതി അല്ലെങ്കിൽ അഡ്ഹോക് കമ്മിറ്റി എന്ന് സാധാരണയായി പറയുന്നത് കൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞതാണ്. ആ ഒരു സമിതി, അത് രമേശ് പിഷാരടി അധ്യക്ഷനായ സമിതി, കൺവീനറായ സമിതിക്കാണ് ചുമതല നൽകിയിരുന്നത്. കെ.പി. ഗണേഷ് കുമാർ അതിനകത്ത് അംഗങ്ങളാണ്. എന്നാൽ ഈ അഡ്ഹോക് കമ്മിറ്റിക്ക് ഇപ്പോഴും കൃത്യമായി ഇതിൻ്റെ ചുമതല ഏറ്റെടുത്ത് കാര്യങ്ങൾ ഇടപെടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. പ്രശ്നങ്ങൾ പരിഹരിക്കാനായി അംഗങ്ങളുമായി സംസാരിച്ചു എന്നതല്ലാതെ മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ഈ രാജി പ്രഖ്യാപിച്ച, പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജി പ്രഖ്യാപിച്ച ശ്വേതാ മേനോൻ ഔദ്യോഗികമായി സംഘടനയ്ക്ക് രാജിക്കത്ത് നൽകിയിട്ടില്ല എന്നതാണ് പ്രധാന വിഷയം. അതായത് നേരത്തെ പ്രസിഡന്റ് രാജിവെക്കണമെങ്കിൽ സെക്രട്ടറിയായ കുക്കു പരമേശ്വരന് രാജിക്കത്ത് കൈമാറണം. 2-3 വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന്, ജനറൽ ബോഡി യോഗത്തിൽ പ്രഖ്യാപിച്ചതേ ഉള്ളൂ. ജനറൽ ബോഡി യോഗത്തിന് മുന്നിൽ രാജിക്കത്ത് വെച്ചില്ല. ഔദ്യോഗികമായി സംഘടനയുടെ ഇമെയിലിൽ രാജിക്കത്ത് അയച്ചിട്ടില്ല. രേഖാമൂലം ഒരു രാജിക്കത്ത് ഹാർഡ് കോപ്പിയായി സെക്രട്ടറിയെ ഏൽപ്പിച്ചിട്ടില്ല. അഡ്ഹോക് കമ്മിറ്റിക്കും രാജിക്കത്ത് നൽകിയിട്ടില്ല. അതായത് പ്രത്യക്ഷത്തിൽ രാജി പ്രഖ്യാപിച്ചു എന്നതല്ലാതെ ശ്വേതാ മേനോൻ ഔദ്യോഗികമായി രാജിവെച്ചിട്ടില്ല. അപ്പോൾ നിലവിൽ മുൻ പ്രസിഡന്റ്, അതായത് രാജി പ്രഖ്യാപിച്ച പ്രസിഡന്റും മറ്റ് അംഗങ്ങളും രാജിവെച്ച് പോയിട്ടില്ല. ഇതിൽ നേരത്തെ രാജി പ്രഖ്യാപിച്ച മല്ലിക സുകുമാരനും ലക്ഷ്മിപ്രിയ ഉൾപ്പെടെയുള്ളവർ മാത്രമാണ് രാജിക്കത്ത് നൽകിയിട്ടുള്ളതെന്നാണ് കുക്കു പരമേശ്വരൻ അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളോട് പറഞ്ഞത്. ഇതോടുകൂടി അഡ്ഹോക് കമ്മിറ്റിക്കും കാര്യമായ ഭരണച്ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം മാത്രമാണ് ഇമെയിലിൻ്റെ ആക്സസ് പോലും തങ്ങൾക്ക് കിട്ടിയതെന്നാണ് അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങൾ പറയുന്നത്. ശരി, തിയോഫിനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.